മഹാനായ ഖാജ അജ്മീർ പാപ്പാന്റെ ഒരു മുഹിബ് അജ്മീറിൽ പോയവരോട് പ്രത്യേകം ശ്രദ്ധിച്ചോ. ദർഗ മെയിൻ ഗേറ്റിലൂടെ ദർഗയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇടത് ഭാഗത്തുള്ള ആ ചെറിയ റോട്ടിലൂടെ പോയി താരാഗഡിലേക്ക് പഴയ കാലത്ത് നടന്നു പോയിരുന്ന അതേ വഴിയിൽ പോയി സുമാറ് 2 കിലോമീറ്റർ പോയാൽ അവിടെ 2 ഖബറുണ്ട്. അതിൽ ആദ്യത്തെ ഖബറ്, അതിന് ചാരി ഒരു ആര്യവെപ്പ് നിൽക്കുന്നുണ്ട്, കൈച്ചരവെപ്പ്. അതിന്റെ ഒരു കൊമ്പ് ഖബറിന്റെ മുകൾക്കും ഒരു കൊമ്പ് പുറത്തേക്കുവാ. ഈ പുറത്തേക്ക് നിൽക്കുന്ന ആ കൊമ്പിൽ നിന്ന് ഇലകൾ എടുത്ത് കടിച്ചാൽ അമ്പം കയ്പ്, വലിയ കയ്പ്. ഖബറിന്റെ മുകളിലേക്ക് തൂങ്ങിയതെന്ന് എടുത്ത് കഴിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഓർക്കാപ്പുളി തിന്നണമായിട്ട് ഒരു രസമായിട്ട് ഇങ്ങനെ തിന്നാം. ആരാണത്? അവിടെ കടക്കുന്ന ആള്. ഇപ്പൊ വലിയ കൊമ്പൊക്കെ വെട്ടി ഇപ്പൊ ചെറിയ ചില്ലികളായി പോട്ടെ. കടക്കുന്നത് ആരാ? മഹാനവറുകള് ഹാജപ്പാപ്പാന്റെ കാലത്ത് യുദ്ധം നടക്കുമ്പോ യുദ്ധം ചെയ്ത് ശത്രുക്കൾ പെട്ടെന്ന് വന്ന് തലവെട്ടി തല താഴെ വീണപ്പോ മൂപ്പർ ഓർത്തു, ചെവിയിലാണോ എന്റെ വാള്? അല്ല, കയ്യിലല്ലേ. കൈ ഇവിടെ തന്നെയാണ്. നേരെ കൊടുത്തു. എന്ത്? തല താഴെ കിടക്കുന്നു. മൂപ്പർ വീണില്ല. തലമ്മന്ന് രക്തമൊലിക്കുന്നു, ഇവിടുന്ന് രക്തമൊലിക്കുന്നു. അതേ നിലയിൽ നിന്നുകൊണ്ട് വെട്ടി ശത്രുക്കളുടെ തല ഇങ്ങനെ തെറിക്കുമ്പോ പെട്ടെന്ന് ഒരുത്തൻ നോക്കുമ്പോ ഈ പടപ്പിന് തലല്ല. അയ്യോടോ, തലയില്ലാതെ യുദ്ധം ചെയ്യണു, ഓടിക്കോ. അതോടുകൂടെ ആ പ്രദേശത്തുള്ളതൊക്കെ ആയുധട്ടുകൊണ്ട് ഓടിപ്പോയി. ഇതേ കാരണം ചെല്ലി 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 ഹയാത്തായി. ഉടുമ്പിനെ അറുക്കും പോലെ അതിനെ എവിടെ 4 ഓട് തല്ല 5 ഓട് തടുത്താലും ജീവൻ പോവില്ല.